ഗവർണർമാർക്ക് പുറമെ രാഷ്ട്രപതിക്കും നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് വിട്ടാൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് ഉത്തരവ്. ബില്ലുകൾ പിടിച്ചുവെച്ചാൽ അതിന് വ്യക്തമായ കാരണം വേണമെന്നും രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ JB പർഡിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച തമിഴ്നാട് കേസിലെ ഉത്തരവിൽ തന്നെയാണ് രാഷ്ട്രപതിക്കും സമയപരിധി നിർദ്ദേശിക്കുന്നത്. അനുച്ഛേദം 201 പ്രകാരം ഒരു ബിൽ ഗവർണർ അയച്ചാൽ രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകുകയോ അല്ലെങ്കിൽ തടയുകയോ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കും. ഭരണഘടനയിൽ സമയപരിധി നൽകിയിട്ടില്ലെങ്കിലും ഒരു നിയമത്തിന് കീഴിലുള്ള ഏതെങ്കിലും അധികാരം വിനിയോഗിക്കുന്നതിനും അത് ന്യായമായ സമയത്തിനുള്ളിൽ പ്രയോഗിക്കണമെന്നാണ് നിയമത്തിന്റെ അന്തസത്ത. അനുച്ഛേദം 201 പ്രകാരം രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നത് ഈ പൊതു തത്വത്തിന് വിരുദ്ധമാണെന്നും പറയാനാവില്ല. ബില്ലുകൾ ഒപ്പിടുന്നതിൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കാനാണ് സമയപരിധിയെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാൻ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെയും ഗവർണർമാർക്ക് അധികാരമില്ലെന്നും സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗവർണർ ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ ഒരു വീറ്റോ അധികാരവും ഭരണഘടനാ ഗവർണർമാർക്ക് നൽകിയിട്ടില്ല. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് മുന്നിൽ 3 സാധ്യതകൾ മാത്രമാണുള്ളത്. ബില്ലിന് അംഗീകാരം നൽകാം, തടഞ്ഞുവെക്കാം, രാഷ്ട്രപതിക്ക് കൈമാറാം. ഇതിലൊന്ന് ചെയ്ത ശേഷം രാഷ്ട്രപതിക്ക് ബിൽ കൈമാറാനാവില്ല. ഗവർണർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനാവില്ല. ഓർഡിനൻസുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കുള്ള സമയപരിധി 3 ആഴ്ചയായിരിക്കും. ചോദ്യങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ബന്ധപ്പെട്ട മന്ത്രാലയം 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 1 മാസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ മന്ത്രാലയത്തിന് ബില്ലിൽ നിലപാടില്ലെന്ന് കണക്കാക്കും. വിധിയുടെ പകർപ്പ് എല്ലാ ഗവർണർമാരുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഹൈക്കോടതികൾക്കും അയച്ചു കൊടുക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി.